ആരോഗ്യ മേഖലയിൽ കേരളം വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുള്ള സംസ്ഥാനമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വർക്കലയിൽ 20ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് കൊല്ലം ഇലകമൺ കക്കാട് കോളനിയിൽ 5 അംഗ കുടുംബത്തിന് ഭക്ഷ്യവിഷബാധ ഏൽക്കുകയും തുടർന്ന് കുടുംബത്തിലെ ബിജു മരണപ്പെടുകയും ചെയ്തത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 5 അംഗ കുടുംബത്തിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാക്കുകയും ചെയ്തു. മകൻ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന കേക്കിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് അവരുടെ കുടുംബാംഗം ചാനലിനോട് പറഞ്ഞു. ഇവർ ഇലകമൺ 5-ാം വാർഡിൽ താമസിച്ചു വരുന്നവരാണ്. വാർഡ് മെമ്പറോ മറ്റ് ജനപ്രതിനിധികളോ അന്വേഷിക്കുകയോ ഭക്ഷണം വാങ്ങിയ കട സന്ദർശിച്ച് പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടെന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുകയോ കട പൂട്ടാനുള്ള നിർദ്ദേശങ്ങളോ നടപടികളോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അഡ്മിറ്റായതിൽ ഒരംഗം മരിച്ചു. മറ്റു 4 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. കുടുംബത്തിന് അത്താണിയാകേണ്ടിയിരുന്ന ഗൃഹനാഥൻ കുഞ്ഞുങ്ങളുടെ ചെറുപ്പകാലത്തെ നഷ്ടപ്പെട്ടു. കുടുംബം പുലർത്തുന്ന മകനാണ് ഈ കുടുംബത്തിന് നഷ്ടമായിരിക്കുന്നത്. ആ അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ട് മൂലം ജോലിക്ക് പോകാൻ കഴിയുകയില്ല. ഇത്തരം സാഹചര്യങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ട് ആ പഞ്ചായത്തിൽ നിന്ന് ജനപ്രതിനിധികളോ മെമ്പറോ ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന വസ്തുതയാണ് അവരുടെ ബന്ധുജനങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഒരു കുടുംബത്തിലുള്ള 5 പേരുണ്ട്. അതിൽ 2ാമത്തെ മകൻ ബിജുവാണ്. ഈ കേക്ക് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത് 3ാമത്തെ കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിച്ചാണ് ഈ 2ാമത്തെ കൊച്ച് മരിച്ചത്. തള്ളയും ബാക്കി 2 സഹോദരങ്ങളും അഡ്മിറ്റായിട്ട് കിടക്കുകയാണ്. ICUലായിരുന്നു ഇന്നലെ വരെ. തള്ള ഇന്ന് വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കേക്ക് മേടിച്ച കട ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഫ്രണ്ട് പൂട്ടിയെങ്കിൽ സൈഡിൽ കൂടെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വേറൊരു വീട്ടിലാണ് ഇതിങ്ങനെ സംഭവിച്ചതെങ്കിൽ അവർ ആ കട പൂട്ടിച്ചതന്നെ വെച്ചേനെ. ഇന്ന് പാവങ്ങളെ വീട്ടിലായതുകൊണ്ട് അവർ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ 5-ാം വാർഡിലെ മെമ്പർ പോലും ഇപ്പോഴും വരെ എന്താണെന്ന് ചോദിക്കാൻ വന്നിട്ടില്ല. ആ മരിച്ച ദിവസം വന്ന് ബോഡി ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ വന്നതല്ലാതെ ഇപ്പോഴും വരെ വന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെ അവിടെ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയുണ്ട്, എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. എന്നിട്ടും ആരും എന്താണ് ഏതാണെന്ന് ചോദിക്കാനോ പറയാനോ ആരും വന്നിട്ടില്ല. ഞങ്ങൾ ബന്ധുക്കൾ മാത്രമുണ്ട്. പാവങ്ങളെ വീട്ടിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചാലും ചോദിക്കാൻ ആരുമില്ല. എപ്പോഴും അമ്മയുടെ കൂടെ എപ്പോഴും സഹകരിച്ച് ഇരിക്കുന്ന ഒരു പയ്യനാണ് പോയത്. ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയാലും ഈ അമ്മ പിന്നെയാണ് ദുഃഖിക്കുന്നത്. ഈ കുഞ്ഞ് അടുത്തില്ലല്ലോ എന്നുള്ള ദുഃഖം പിന്നെയാണ്. ഇന്ന് ആശുപത്രി കിടക്കുന്നത് നാളെ വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ ആ തള്ള എന്താണ് ചെയ്യുന്നതെന്ന് എടുക്കുന്നതെന്ന് ആർക്കറിയാം? എനിക്ക് പറയാൻ പറ്റുമോ? അപ്പം ചെയ്യാൻ ഞാൻ എന്ത് പറയും? ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ എൻ്റെ അച്ഛനൊക്കെ കുഞ്ഞിലേ മരിച്ചു പോയതാണ്. ഒരു പെങ്കൊച്ചുണ്ട്. തള്ളയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഈ 3 ആൺകൊച്ചുങ്ങളും കൂടെയാണ് അവരെ അത്താണികൾ. അതിലുള്ള ഏറ്റവും കൂടുതൽ നല്ല ഇതായിട്ട് നിൽക്കുന്ന പയ്യനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വി മുരളീധരൻ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കുടുംബത്തെ സന്ദർശിക്കുകയും ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഈ പ്രശ്നത്തിലെടുക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ളവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് സർക്കാർ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കണമെന്നും ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എടുക്കേണ്ടിയിരുന്ന നടപടിക്രമങ്ങൾ വൈകിയതിൽ അദ്ദേഹം ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഭരണഘടനാ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായി ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ട ജനപ്രതിനിധികൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വെല്ലുവിളിയായി നടത്തുന്ന ദുർബല ജനങ്ങളെ പരിഗണിക്കേണ്ടുന്ന സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെ അലംഭാവത്തെ ചൂണ്ടിക്കാട്ടി മന്ത്രി അപലപിച്ചു. ഇലകമൺ കക്കാട് കോളനിയിൽ ബിജു എന്ന ചെറുപ്പക്കാരൻ ഭക്ഷ്യവിഷബാധയേറ്റ് മരണപ്പെട്ടു എന്നുള്ള സംഭവം ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കുടുംബത്തിലെ 4 പേർ ഇപ്പോഴും ആശുപത്രിയിൽ കിടക്കുകയാണ്. അവരെ നേരിട്ട് കാണാനും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനുമൊക്കെയാണ് ഞാനിന്നിവിടെ വന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. കേരളം ആരോഗ്യ മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചിട്ടുള്ളൊരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വർക്കലയിൽ ഏതാണ്ട് 20ഓളം പേർ ഭക്ഷ്യവിഷബാധയേറ്റ് അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ വീണ്ടും മറ്റൊരു കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെടുന്ന 5 പേർക്ക് അതിലൊരാൾ
മരണപ്പെട്ടു എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല, ആ പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരുപക്ഷെ വിശദീകരിക്കാൻ കഴിയാത്ത, ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട ശുഷ്കാന്തിയോടുകൂടിയിട്ടുള്ള നടപടികൾ ഉണ്ടായില്ല എന്നുള്ള പരാതിയാണ് നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള മുഖം നോക്കാതെയുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ആ പ്രദേശത്തെ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഒരു അലംഭാവമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ബന്ധുക്കളുടെ പരാതി. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരും ദുർബല വിഭാഗങ്ങളിൽപ്പെടുന്നവരും ഒക്കെയായിട്ടുള്ള പട്ടികജാതി സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഈ തരത്തിൽ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അലംഭാവം നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. ബന്ധുജനങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംഭവസ്ഥലത്തു നിന്നും പോയത്. കിഴക്കേപ്പുറത്തുണ്ടായ ഒരു ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ടാണ് ഈ മെഡിക്കൽ കോളേജിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ 2-3 ദിവസമായി ഇവിടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ദാരുണമായിട്ടുള്ളത് ഒരാൾ മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നതിനും ആ കുടുംബത്തിനെ സമാശ്വസിപ്പിക്കുന്നതിനും വേണ്ടി കേന്ദ്രമന്ത്രി സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അവർ മെഡിക്കൽ കോളേജിൽ എത്തുകയും ആ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ ഉണ്ടായ ഒരു മരണത്തിൽ ദുഃഖം കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജനങ്ങൾ ഫാസ്റ്റ് ഫുഡിന്റെ പുറകെ പോകുന്ന ഈ കാലത്ത് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തുകയും ഹോട്ടലുകളും കടകളും ഫുഡ് ആൻഡ് സേഫ്റ്റി കൺട്രോൾ ഉദ്യോഗസ്ഥർ കൃത്യമായ ക്വാളിറ്റി ചെക്കിംഗ് നടത്തി നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഇനിയും ഓരോ കുടുംബത്തിലും അത്താണിയാകേണ്ടവരും നാളെയുടെ സ്വപ്നങ്ങൾ ആകേണ്ടവർ പൊലിഞ്ഞു പോകും. ഇതിനൊരു നടപടി ഇനിയും വൈകുമോ? ഇനിയും രക്തസാക്ഷികൾ ഉടലെടുക്കുമോ?